നമസ്കാരം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഒരുമാതിരി ബോംബ് വീണ് അണുബോംബ് വീണ് പൊട്ടിയതുപോലെയാണ്. കാരണം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ മലയാള ടെലിവിഷൻ രംഗത്തും ഓൺലൈനിലും ഒക്കെ എന്താ പറയാ, പറയാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊന്നും പറയാതിരിക്കാനും പറ്റില്ല. കാരണം ആളുകളിലേക്ക് ഇത് എത്തിക്കുക കൂടി വേണമല്ലോ. കാരണം ഒരു മേഖല എത്രത്തോളം അധപ്പതിച്ചിരുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു തരത്തിൽ പറഞ്ഞ അശ്ലീലമായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇത്രയേറെ പച്ചയ്ക്ക് പലപ്പോഴും തുറന്നു പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്. അപ്പോഴും മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടുന്ന ഈ മന്ത്രിസഭ ഈ 4.5 വർഷം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ് ഈ പൂഴ്ത്തിവെപ്പ് എന്നുള്ളത് എല്ലാവരും നിരന്തരം എന്നോണം ചോദിക്കുന്നുണ്ട്. എന്തായാലും മന്ത്രി സജി ചെറിയാനും ഇതിൽ ചില വ്യക്തി താല്പര്യങ്ങളുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ, അതായത് ചലച്ചിത്ര സംവിധായകനും ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായിരുന്ന രഞ്ജിത്തിനെ വളരെയധികം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലാണ് മന്ത്രി സജി ചെറിയാൻ സംസാരിച്ചിരുന്നത്. അതിനു മുമ്പ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ മുകളില് ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും കയറി അങ്ങ് അടയിരിക്കുകയായിരുന്നു. ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രി ചുമതല ഏൽക്കുന്നതിന് മുമ്പ് എ.കെ. ബാലനായിരുന്നു. എ.കെ. ബാലനും ആവശ്യാനുസരണം അതിന്റെ മുകളിൽ അടയിരുന്നിട്ടുണ്ട്. WCCയിലെ പ്രധാനപ്പെട്ട ഒരു നടി തന്നെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെ എ.കെ. ബാലൻ കൂടി പറഞ്ഞതാണ്. എന്തായാലും ബാലൻ സഖാവ് പിൻവാങ്ങി സജി ചെറിയാൻ സഖാവ് മുന്നോട്ട് വന്നു. ഈ വകുപ്പ് വളരെ വൃത്തിയായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതോടുകൂടി അത്രയേറെ വൃത്തികേടുകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ മന്ത്രി സജി ചെറിയാൻ എന്തിനായിരിക്കണം ഈ രഞ്ജിത്തിനെ ഇത്രയേറെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ളത് എല്ലാവരും സംശയിക്കുന്ന കാര്യങ്ങളാണ്. എന്തിനായിരിക്കണം ഇത്രയേറെ സപ്പോർട്ട് ചെയ്യുന്നത്? കാരണം ഇന്ത്യ കണ്ട അതിപ്രഗത്ഭനായിട്ടുള്ള സംവിധായകനാണ് രഞ്ജിത്ത് എന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സംവിധായക പ്രതിഭയെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെക്കുറിച്ചൊന്നും നമുക്ക് യാതൊരു തർക്കവുമില്ല. നല്ല സിനിമകളായിരുന്നു, എല്ലാവരും കൈയടിച്ചിരുന്നു, തനി മാടമ്പി ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം അല്ലെ. അത്രയേറെ അതായത് ആണിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള, സ്ത്രീയോട് അത്രയേറെ ഒരു, അദ്ദേഹത്തിന്റെ സിനിമയിലെ ചില ഡയലോഗുകളൊക്കെ വളരെ വൈറലായിരുന്നു. ആ വൈറൽ ഡയലോഗുകൾ പോലും അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ആ മാടമ്പി സ്വഭാവം വെച്ചിട്ടാണ് എന്നുള്ളത് ഈ ഒരു ആരോപണം, ശ്രീലേഖ മിത്ര എന്ന ബംഗാളി നടിയുടെ ആരോപണം വന്നതോടുകൂടി പുറത്താവുകയാണ് ഉണ്ടായത് അല്ലെ. അപ്പോൾ അത്രയേറെ ആ ഒരു മനസ്സിൽ മാടമ്പിത്തരം വെച്ചിരുന്നു. ഈ മാടമ്പി സംവിധായകനുമായിട്ട് മന്ത്രി സജി ചെറിയാന് എന്താണ് ബന്ധം? മന്ത്രി സജി ചെറിയാനും ഇത്തരത്തിലുള്ള പെണ്ണ് കേസ് വരുന്നുണ്ടോ? ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അതായത് മന്ത്രി സജി ചെറിയാനും മുഖ്യമന്ത്രിയുമായിട്ടുള്ള ബിലീവേഴ്സ് ചർച്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നതാണ്. ഈ കാര്യങ്ങൾക്കും എല്ലാത്തിനുമായിട്ട് അദ്ദേഹത്തിന് പലതരത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ഇടപെട്ട് അദ്ദേഹത്തിന് പലതരം ബന്ധങ്ങൾ ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ചാരിറ്റബിൾ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് തുറക്കപ്പെട്ടിട്ടുള്ളതാണ്. അതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടുള്ളതുമാണ്. അപ്പോൾ എന്തിനാണ് രഞ്ജിത്തിനെ അതിപ്രഗത്ഭനം എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു മുഖ്യമന്ത്രി പോലും തീർത്തും മൗനം ഭഞ്ജിച്ചിരുന്ന ഒരു സമയത്ത് ഇത്രയേറെ ആക്രമണോത്സുകതയോടുകൂടി പറഞ്ഞത്? അദ്ദേഹം അതിനു മുൻപ് പറഞ്ഞത് സ്ത്രീപക്ഷത്തെ ബുദ്ധിമുട്ടിക്കുന്ന യാതൊരു കാര്യങ്ങളുമില്ല, പരാതി കിട്ടിയാൽ അന്വേഷിക്കും, ഞങ്ങളിത് വായിച്ചിട്ടില്ല എന്നൊക്കെയാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. പക്ഷേ അവിടെയും ചില കാര്യങ്ങൾ ഞങ്ങളിലേക്ക് വരികയാണ്. കാരണം ചില വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മന്ത്രി സജി ചെറിയാനും ഈ സിനിമാ പ്രവർത്തകരും രഞ്ജിത്ത് ഉൾപ്പെടെയുള്ള സിനിമാക്കാരുമായി ബന്ധപ്പെട്ട ചില ഇടപാടുകൾ നടന്നിരുന്നു. നമുക്കറിയാം, പല സിനിമാ നടന്മാർക്കും ഇടതുപക്ഷ മനസ്സാണ് ഉണ്ടായിട്ടുള്ളത്. സിനിമാ നടന്മാർക്ക് മാത്രമല്ല, ഇതിനു മുമ്പ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ട് ഇരുന്നിരുന്ന കമലിനുൾപ്പെടെ ഇടതുപക്ഷ മനസ്സാണ്. ഭൂരിഭാഗം പേരും ഇടതുപക്ഷ മനസ്സാണ്. ഈ ഇടതുപക്ഷ മനസ്സ് എന്ന് പറയുമ്പോൾ ഇവർ പറയുന്ന ശരിപക്ഷം എന്നൊരു പക്ഷം വരും.
സ്ത്രീപക്ഷം എന്നുള്ള ഒരു പക്ഷം വരും. ഈ സ്ത്രീപക്ഷവും ശരിപക്ഷവും എന്ന് പറയുന്നത് സ്ത്രീവിരുദ്ധത കാണിക്കാനും ഈ സ്ത്രീയെ ഉപയോഗിച്ച് കാശുണ്ടാക്കാനും അവളെ കാണിച്ച് കാശുണ്ടാക്കാനും എന്നിട്ട് അതിന് പുറമെ ഒരു മറയിട്ട് പിടിക്കാനുമാണോ ഈ സ്ത്രീപക്ഷം എന്നുള്ളത് ഇവർ ഉദ്ദേശിച്ചത് എന്നുള്ളത് ഇപ്പോഴാണ് വ്യക്തമായി വരുന്നത്. കാരണം സഖാക്കൾ ഉൾപ്പെടെ പലപ്പോഴും നഗ്ന വീഡിയോ എടുക്കുന്ന കേസുകളിലും പല വീഡിയോകളും ഒരുമിച്ചിരുന്ന് കണ്ട് ആസ്വദിച്ച കേസുകളും ഒക്കെ നമുക്ക് മുന്നിലേക്ക് വ്യക്തമായിട്ടുള്ളതാണ്. പല രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ട് പല രാഷ്ട്രീയ വനിതാ രാഷ്ട്രീയ പ്രവർത്തകർക്കുമുള്ള ബന്ധങ്ങളും ഒക്കെ നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതൊക്കെ അവിടെ നിൽക്കുമ്പോൾ തന്നെ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് കൃത്യമായ രാഷ്ട്രീയം ഇവർ പറയുന്നുണ്ട്. ഇവർ പറയുന്നത് WCC പറഞ്ഞതുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി ഉണ്ടാക്കുകയും അവർ തന്ന റിപ്പോർട്ട് ഇവർ പുറത്ത് അതായത് അനക്കാതെ വെച്ചതാണ്. കാരണം അതൊന്ന് പെറ്റുപെരുകുമോ, മുട്ട അടയിരിക്കുമ്പോൾ കുഞ്ഞുങ്ങളുണ്ടായി വരുമല്ലോ, അതുപോലെ അടയിരുന്നതാണ്. എന്താണ് ഉണ്ടാവുക? അല്ലെങ്കിൽ ഇവർക്കൊപ്പം നിൽക്കുന്ന ഈ ഗണേഷ്, മമ്മൂട്ടി, മുകേഷ്, ലാല് ഉൾപ്പെടെയുള്ള എല്ലാവരിലേക്കും ഈ റിപ്പോർട്ടിന്റെ കൈകൾ നീണ്ടു ചെല്ലുന്നുണ്ട് എന്നുള്ളത് വ്യക്തമായത് കൊണ്ട് മാത്രമാണ് ഇവർ ഇതിനുമേൽ അടയിരുന്നത്. അപ്പോൾ സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കെ ഇത്രയേറെ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു സംവിധായകനെ സംരക്ഷിക്കാനോ അല്ലെങ്കിൽ മറ്റു നടന്മാരെ സംരക്ഷിക്കാനോ വേണ്ടി ഇറങ്ങി പുറപ്പെടണമെങ്കിൽ അത്രയേറെ ബന്ധം ഇവരുമായിട്ട് സജി ചെറിയാൻ എന്ന മന്ത്രിക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സിനിമാ കൂട്ടുകെട്ടുകളും രാഷ്ട്രീയ ബന്ധങ്ങളിലും അവിശുദ്ധ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന പച്ച പരമാർത്ഥമാണ്. ആ അവിശുദ്ധ കൂട്ടുകെട്ടുകളിലേക്കാണ് പലപ്പോഴും കൂട്ടിക്കൊടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായിട്ട് പലപ്പോഴും ഉണ്ടാക്കിയിട്ടുള്ളതും. ഗണേശൻ എന്ന ഇപ്പോഴത്തെ മന്ത്രി ഉമ്മൻചാണ്ടിയെ വീഴ്ത്താൻ വേണ്ടി, യേശുശരീരനായിട്ടുള്ള ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട് ഏറ്റവും നീചമായ ഒരു ആരോപണം ഉന്നയിക്കുകയും അന്ന് ഉമ്മൻചാണ്ടിയെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറക്കാൻ ആ ഒരു കത്തിന്റെ മാത്രം പിൻബലത്തിലാണ് ഈ ഇടതുപക്ഷം എന്ന് പറയുന്ന വെറും നെറികേടിന്റെ പക്ഷം ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ആ നന്മയുള്ള ഒരു മനസ്സിനുടമയായിട്ടുള്ള ആ ഉമ്മൻചാണ്ടിയെ അത്രയേറെ വേദനിപ്പിക്കുകയും ഹരാസ് ചെയ്യുകയും ചെയ്തത്. ഇന്ന് ഇത്ര വലിയൊരു ആരോപണം ഉള്ളപ്പോൾ മന്ത്രി ഉൾപ്പെടെ നടുങ്ങുകയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുമ്പോൾ മന്ത്രി ഉൾപ്പെടെ നടുങ്ങുകയാണ്. കാരണം മന്ത്രിക്കും ഇത്തരത്തിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ എത്രയേറെ നടിമാരെ പലരുടെയും മന്ത്രിമാരുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ മാത്രമാണ് ഇനി പുറത്തു വരാനുള്ളത്. അതല്ലെങ്കിൽ ഇത്രയേറെ ആരോപണം ഇടതുപക്ഷ സഹയാത്രികരായിട്ടുള്ള മന്ത്രിമാർക്കും MLAയ്ക്കും എതിരെ അല്ലെങ്കിൽ സംവിധായകനും ഒക്കെ എതിരെ പുറത്തു വന്നിട്ടും ഇവർ ഒരു വാക്ക് പോലും അനങ്ങാതിരുന്നത് ഈ കൂട്ടിക്കൊടുപ്പിൽ അവർക്ക് പങ്കുള്ളത് കൊണ്ട് തന്നെയാണ് എന്ന് വിചാരിക്കേണ്ടി വരും. അങ്ങനെയുള്ള വിവരങ്ങളെല്ലാം നമുക്ക് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുകയാണ്. കാരണം മന്ത്രി സജി ചെറിയാനിലേക്ക് പല നടിമാരും എത്തിച്ചേർപ്പെട്ടതിലേക്കുള്ള റിപ്പോർട്ടുകളൊക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. മന്ത്രി സജി ചെറിയാനും ഈ ബാക്കിയുള്ള സിനിമാ സംവിധായകർ, നടന്മാർ, MLA ഉൾപ്പെടെയുള്ളവരുമായി ചേർന്നുകൊണ്ട് പല അവിശുദ്ധ ബന്ധങ്ങളും കൂട്ടിക്കൊടുപ്പുകളും പല കാര്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായും സിനിമയിലൂടെ ആണെങ്കിലും ഒക്കെ നേടിയെടുക്കാൻ വേണ്ടി ഇവർ കൂട്ടിക്കൊടുപ്പ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകൾ ക്രൈമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സജി ചെറിയാൻ വെറുതെയല്ല ഇത്തരം ഒരു കാരണം കണ്ടെത്തി ബംഗാളിലെ പ്രമുഖയായ നടിയാണ്, അവരെ ആരും അഭിനയം പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. രഞ്ജിത്ത് എന്ന സംവിധായകന് അവരുടെ ചേഷ്ടകൾ കണ്ട് ആസ്വദിച്ച് അവരെ വിലയിരുത്തിയതിന് മാത്രം ഒരു അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സ്ത്രീയല്ല, ഒരു നടിയല്ലായിരുന്നു അവർ കൃത്യമായും തൻ്റെ അഭിനയ പ്രതിഭ ബംഗാളി മേഖലയിൽ ഉൾപ്പെടെയുള്ളിടത്ത് പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അത് അവരെ ലോകം കണ്ടിട്ടുള്ളതും ആസ്വദിച്ചിട്ടുള്ളതും അവരുടെ അഭിനയ പ്രതിഭയ്ക്ക് കയ്യടി എടുത്തിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു നടിയെ കൊണ്ടുവന്ന് ഇവിടെ
മോശമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരികയും ഒക്കെ ചെയ്തു എന്ന് ആ ബംഗാളി നടി, ഇടതുപക്ഷ സഹയാത്രികയായിട്ടുള്ള ബംഗാളി നടി പറയുമ്പോൾ പോലും ആ നടിയുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കാതെയാണ് രഞ്ജിത്തിന് വേണ്ടിയിട്ട് ഈ ഇടതുപക്ഷത്തിലെ മന്ത്രി സജി ചെറിയാൻ ഇത്രയേറെ ഘോരം പ്രസംഗിച്ചത്. അദ്ദേഹം പറഞ്ഞിരുന്ന അവർ ഈ റിപ്പോർട്ട് വായിച്ചിട്ടില്ല എന്നുള്ളതൊക്കെയാണ്. പച്ചക്കള്ളമാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് ഇന്ന് ഈ നാട്ടിലെ സകല മനുഷ്യർക്കും അറിയാവുന്ന കാര്യമാണ്. ഇത്രയേറെ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് ഇവരെ രക്ഷിക്കാൻ വേണ്ടി മന്ത്രി സജി ചെറിയാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ പെണ്ണുപിടുത്തം ഉൾപ്പെടെയുള്ള കേസുകളിൽ കൃത്യമായ പങ്കുണ്ട് എന്ന് തന്നെ നമ്മൾക്ക് പറയേണ്ടി വരും. അത് ആരൊക്കെയാണ് എന്നുള്ള ലിസ്റ്റുകൾ പിന്നീട് പുറകെ വരും. എന്തായാലും ഇത്രയേറെ അടയിരുന്ന ഈ റിപ്പോർട്ടിൽ പലതും മുക്കിയിട്ടും ഈ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഇത്രയേറെ നടുങ്ങിപ്പോകുമെന്ന് സത്യത്തിൽ ഈ മന്ത്രിസഭ പോലും പ്രതീക്ഷിച്ചിരുന്നില്ല. ഈ താരസംഘടന പ്രതീക്ഷിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ താരസംഘടന തന്നെ പിരിച്ചുവിടേണ്ട പല സന്ദർഭവും ഉണ്ടായത്. പ്രമുഖ നടനുണ്ടല്ലോ, ചാനൽ മേധാവിയായിട്ടുള്ള നടൻ, എന്തുകൊണ്ടാണ് ഇതിൽ ഒരക്ഷരം പറയാത്തത്? എവിടെയെങ്കിലും നന്മ കണ്ടാലും എവിടെയെങ്കിലും മറ്റൊരു സംഭവങ്ങൾ, അപലപനീയമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഘോരമൊക്കെ പ്രസംഗിക്കുന്ന ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഒരുപാട് പേരുണ്ടല്ലോ. അവരാരും പറഞ്ഞിട്ടില്ലല്ലോ, ഈ റിപ്പോർട്ട് പുറത്തു വന്നിട്ട് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ, ഫേസ്ബുക്കിലൂടെ കരയാൻ വേണ്ടി നിന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാണ്? ഈ കോട്ടിക്കൊടുപ്പും ഇത്തരം കാര്യങ്ങളിലുമെല്ലാം ഈ ഇടതു സർക്കാരിന് കൂടി ബന്ധമുള്ളത് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അല്ലെങ്കിൽ ഇത്ര ഗുരുതരമായ ഒരു റിപ്പോർട്ട് കിട്ടിയിട്ട് അതിന്മേൽ യാതൊരു നടപടിയും എടുക്കാതെ അടയിരുന്ന് ഒടുവിൽ അതിലെ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ പോലും നശിപ്പിച്ചിട്ട് പുറത്തുവിട്ടപ്പോഴും ഇത്രയേറെ നടുങ്ങിപ്പോയി ഈ മന്ത്രിസഭ തന്നെ കുലുങ്ങുന്ന അവസ്ഥ. മുഖ്യമന്ത്രി പിണറായി വിജയന് പോലും നട്ടലോടുകൂടി നിന്നിട്ട് ഇതിൽ ഒരു നടപടിയും എടുക്കാൻ പറ്റാത്ത അവസ്ഥ. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ ഈ പ്രമുഖ നടനുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. അവരുമായിട്ടുള്ള പല ബന്ധങ്ങളും ഒക്കെയും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. അതെല്ലാം പൂഴ്ത്തിവെച്ചിട്ടാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. വെറുതെ അല്ല മന്ത്രി സജി ചെറിയാൻ കിടന്ന് നിരങ്ങിയത്, മെഴുകിയത്. വെറുതെ ഒന്നുമല്ല, കൃത്യമായ നീക്കുപോക്കുകൾ നടത്തുകയും ഈ ഇടതുപക്ഷ അനുഭാവികളായിട്ടുള്ള ഈ നടന്മാരുടെയും സംവിധായകരുടെയും കൂട്ടിക്കൊടുപ്പിനും ഈ രാഷ്ട്രീയ നേതാക്കൾ കൂടെ നിൽക്കുകയും അവരും പല രീതിയിൽ സ്ത്രീകളെ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സംഘടന പിരിച്ചുവിടേണ്ടി വരികയും മന്ത്രിസഭയടക്കം ഈ താരരാജാക്കൾക്ക് മൗനമുണ്ടായിപ്പോയത്. മറ്റൊന്നും പറയാതെ ഈ സംഘടന പിരിച്ചുവിടുകയാണ്. മന്ത്രി സജി ചെറിയാൻ സാംസ്കാരിക വകുപ്പ് മന്ത്രിയായിരിക്കാൻ തീരെ യോഗ്യനല്ല. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടിക്കൊടുപ്പുകൾക്കും തന്റെ പക്കലേക്ക് ഇത്തരത്തിലുള്ള കൂട്ടിക്കൊടുപ്പുമായിട്ട് ഈ നടന്മാരും സംവിധായകരും ഒന്നും എത്തിയിട്ടില്ല എന്നുള്ളത് മന്ത്രി സജി ചെറിയാൻ പറയട്ടെ, നിഷേധിക്കട്ടെ. ഇതൊന്നും ചെയ്യാതെ ഇവരെ മാത്രം ന്യായീകരിക്കുകയും ഇപ്പോൾ ഈ താരസംഘടന പോലും പിരിച്ചുവിടുകയും ചെയ്തിട്ടും ഈ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നാവില്ല. ഈ കൂട്ടിക്കൊടുപ്പ് മന്ത്രി സജി ചെറിയാൻ അറിഞ്ഞു തന്നെയാണ് എന്ന് വേണം പറയാൻ. മന്ത്രിസഭ ഒന്നടങ്കം അറിയുകയും മന്ത്രി സജി ചെറിയാന് ഈ കൂട്ടിക്കൊടുപ്പിൽ മുഖ്യമായ പങ്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. ഇല്ലെങ്കിൽ മന്ത്രി സജി ചെറിയാൻ കാര്യകാരണങ്ങൾ സഹിതം ഇത് നിഷേധിക്കണം. നന്ദി.